വിശദമായി അഴിമതി ആര് കാണിച്ചാലും സംരക്ഷിക്കില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തുറമുഖ വകുപ്പിലെ അഴിമതിയുമായി ബന്ധപ്പെട്ട് കെ.എം. എബ്രഹാമിന്റെ റിപ്പോർട്ടിന്മേൽ നിയമോപദേശം തേടിയത് കൂടുതൽ വ്യക്തത വരുത്താനാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ജേക്കബ് തോമസിൽ സർക്കാരിന് പൂർണ്ണ വിശ്വാസമുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഞാൻ പറഞ്ഞത് വിജിലൻസ് ഒരു കേസിൽ അന്വേഷണം പൂർത്തിയാക്കി. ആ അന്വേഷണം പൂർത്തിയാക്കിയത് സംബന്ധിച്ച് മറ്റൊരു ഏജൻസി സാധാരണ നിലക്ക് വിജിലൻസിൻ്റെ മേലെയല്ല ഇത്തരം കാര്യങ്ങളിൽ മറ്റേതൊരു ഏജൻസി. പിന്നെ അഖിലേന്ത്യാ അടിസ്ഥാനത്തിലുള്ള ഏജൻസികൾ വരണം. നമ്മുടെ സംസ്ഥാനത്ത് വേറെ ഏജൻസി ഇല്ല എന്നാണ് നമ്മുടെ ഒരു പ്രാഥമിക ധാരണ. അപ്പോൾ വേറൊരു ഏജൻസി ഇത് സംബന്ധിച്ച് മറ്റൊരു നിലപാടെടുക്കുമ്പോൾ അതിൻ്റെ നിയമപരമായ വശം പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. എത്രത്തോളം അവർക്ക് പോകാം. അപ്പോൾ അത് ഫൈനാൻസ് ഇൻസ്പെക്ഷൻ വിങ്ങിന് തന്നെ എത്രത്തോളം പോകാം, എന്താണ് അവരുടെ സാധാരണ നിലക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, അതടക്കം പരിശോധിക്കേണ്ടതായി. പൂർണ്ണ വിശ്വാസത്തിലാണിപ്പോൾ, ഒരു സംശയവും വേണ്ട. പൂർണ്ണ വിശ്വാസം തന്നെയാണ്. പൂർണ്ണ വിശ്വാസമുള്ള ഒരാൾ വിജിലൻസ് ഡയറക്ടർ അല്ലാതിരിക്കും, വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്തിരിക്കും. സർക്കാരിന് പൂർണ്ണ വിശ്വാസമില്ലാതെ വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്തിരിക്കും. ലോ അക്കാദമി ഭൂമി പതിച്ചു നൽകിയതുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിനില്ലെന്ന് പിണറായി പറഞ്ഞു. വിവരങ്ങൾ പി.വി. കുട്ടൻ നൽകും. കുട്ടൻ, ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ക്ഷമിക്കണം, ആദ്യം ലോ അക്കാദമിയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പറഞ്ഞ വാക്കുകളിലേക്ക്. ഒരു പരിശോധനയ്ക്ക് ഇപ്പോൾ പോകുന്ന പ്രശ്നമില്ല. ഏതോ കാലത്ത് CP രാമസ്വാമി അയ്യരെടുത്ത ഭൂമി അത് പരിശോധിക്കാൻ ഇപ്പോൾ ഈ ഗവൺമെന്റിന് കഴിയുന്ന കാര്യമല്ല. ആ പരിശോധനയ്ക്ക് ഇപ്പോൾ പോകുന്ന പ്രശ്നമില്ല. ഇതേതോ ഒരു പിള്ളയുടെ കാര്യം പറഞ്ഞില്ലേ, നടരാജപിള്ള. ആ നടരാജപിള്ളയുടെ ഭൂമി ഈ സർക്കാരോ ഇതിനു മുമ്പിലുള്ള സർക്കാരുകളോ എടുത്തതല്ല, CP രാമസ്വാമിയുടെ കാലത്ത് എടുത്തു എന്ന് പറയുന്നതാണ്. അക്കാര്യം പരിശോധിക്കാൻ ഇപ്പോൾ ഈ സർക്കാരിന് കഴിയില്ല. അതാ ഞാൻ പറഞ്ഞു. വിശദാംശങ്ങളുമായി സിജു കണ്ണൻ കോഴിക്കോട് നിന്ന് ചേരുന്നുണ്ട്. സിജു, വിജിലൻസ് ഡയറക്ടറിൽ പൂർണ്ണ വിശ്വാസമുണ്ടെന്ന് മുഖ്യമന്ത്രി അദ്ദേഹത്തിന് പൂർണ്ണ പിന്തുണ നൽകിയിരിക്കുന്നു. ഒപ്പം തന്നെ ലോ അക്കാദമി വിഷയത്തിൽ ഭൂമിയുമായി ബന്ധപ്പെട്ടും കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. എന്തൊക്കെ കാര്യങ്ങളാണ് നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞത്? മനു, വിജിലൻസ് ഡയറക്ടറുമായി ബന്ധപ്പെട്ട ആരോപണം ഉയർന്നുവന്ന സാഹചര്യത്തിലാണ് സർക്കാർ നിലപാട് മുഖ്യമന്ത്രി കോഴിക്കോട് വ്യക്തമാക്കിയിരിക്കുന്നത്. വിജിലൻസ് ഡയറക്ടറെ സർക്കാരിന് പൂർണ്ണ വിശ്വാസമുണ്ട്. സർക്കാരിന് വിശ്വാസമില്ലാത്ത ആളെ ആ സ്ഥാനത്ത് ഇരിക്കാൻ കഴിയില്ലല്ലോ എന്നും മുഖ്യമന്ത്രി ചോദിച്ചു. നേരത്തെ ജേക്കബ് തോമസ് തുറമുഖ ഡയറക്ടറായിരിക്കുന്ന സമയത്ത് നടന്ന ഒരു കേസുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഈ ആരോപണം ഉയർന്നുകൊണ്ടിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടാണ് ഫിനാൻഷ്യൽ സ്പെഷ്യൽ വിങ് നൽകിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ വിജിലൻസ് അന്വേഷണം പൂർത്തിയാക്കിയിരുന്നു. ഒരു തവണ വിജിലൻസ് അന്വേഷണം പൂർത്തിയാക്കിയ കേസിൽ വീണ്ടും അതേ ഏജൻസി മറ്റൊരു അന്വേഷണം നടത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള നിയമവശങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട നിയമവശങ്ങൾ സർക്കാർ ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. അതോടൊപ്പം തന്നെ അഴിമതി ആര് കാണിച്ചാലും അവരെ സംരക്ഷിക്കാൻ സർക്കാർ സംരക്ഷിക്കില്ല. അഴിമതിയുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ നിലപാട് വളരെ വ്യക്തമാണ്. അഴിമതി കാണിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അതോടൊപ്പം തന്നെ ലോ അക്കാദമിയുമായി ബന്ധപ്പെട്ട ഭൂമി വിഷയത്തിൽ നേരത്തെ അത് വർഷങ്ങൾക്ക് മുമ്പ് CP രാമസ്വാമി ഉണ്ടായിരിക്കുന്ന കാലത്ത് ആ സമയത്ത് കൈമാറിയതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിലവിൽ ആ സാഹചര്യത്തിൽ ഇപ്പോഴത്തെ സർക്കാരിന് അതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകൾ പൂർത്തിയാക്കാൻ കഴിയില്ല. സ്വാശ്രയ മേഖലയിലെ പ്രശ്നങ്ങളെ കുറിച്ച് പഠിക്കുന്നതിന് ഒരു ഉന്നതതല കമ്മിറ്റിയെ നിയമിക്കുന്ന കാര്യവും മുഖ്യമന്ത്രി സൂചിപ്പിച്ചു. നിലവിൽ DC-മാരുടെ ഒരു കമ്മിറ്റി നിലവിലുണ്ട്. ഇതിനുശേഷം ഈ ഉന്നതതല കമ്മിറ്റിയുടെയും അതോടൊപ്പം ഈ DC-മാരോട് ഉൾപ്പെടുന്ന കമ്മിറ്റിയുടെയും റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ സ്വാശ്രയ മേഖലയിൽ കൃത്യമായ ഒരു നിയമനിർമ്മാണം നടത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സർക്കാർ ആലോചിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അതോടൊപ്പം നിലവിൽ സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടെ ഫയലുകൾ കെട്ടിക്കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ഫയലുകൾ പൂഴ്ത്തിവെക്കാൻ ആരെയും അനുവദിക്കില്ല. നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരെ സർക്കാർ എല്ലാ കാലത്തും സംരക്ഷിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. സിജു, അതിലൊരു ക്ലാരിറ്റി വേണം. അതായത് സംസ്ഥാനത്തെ ഏറ്റവും വലിയ അന്വേഷണ ഏജൻസി വിജിലൻസ് ആണ്. ആ വിജിലൻസ് അന്വേഷിച്ച് പൂർത്തിയാക്കിയ കേസിൽ വീണ്ടും ഫിനാൻഷ്യൽ വിങ് മറ്റൊരു റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ അതിന്റെ സാധ്യത അല്ലെങ്കിൽ സാധുത സംബന്ധിച്ചാണോ ഇപ്പോൾ നിയമോപദേശം തേടിയിരിക്കുന്നത് എന്നാണോ മുഖ്യമന്ത്രി പറഞ്ഞത്? മനു, തീർച്ചയായും സംസ്ഥാനത്തെ ഏറ്റവും പരമോന്നത അന്വേഷണ ഏജൻസി വിജിലൻസ് ആണ്.
അതുകൊണ്ട് തന്നെ വിജിലൻസ് നേരത്തെ ജേക്കബ് തോമസ് തുറമുഖ വകുപ്പ് ഡയറക്ടർ ആയിരിക്കുന്ന സമയത്ത് ഇതുമായി ബന്ധപ്പെട്ട് ഒരു അന്വേഷണം നടത്തി കേസന്വേഷണം പൂർത്തിയാക്കിയതാണ്. അതിനുശേഷമാണ് ഇപ്പോൾ നിലവിൽ ഫിനാൻഷ്യൽ സ്പെഷ്യൽ വിങ്ങിന്റെ ഒരു റിപ്പോർട്ട് വന്നിരിക്കുന്നത്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണത്തിനുള്ള ഒരു സാധ്യതയാണ് സർക്കാർ പരിശോധിക്കുന്നത്. സാധാരണഗതിയിൽ അത്തരമൊരു റിപ്പോർട്ട് വന്നാൽ സർക്കാരിന് അത് തള്ളിക്കളയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട് തുടരന്വേഷണവുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു നിയമ സാധ്യതയാണ് സർക്കാർ ഇപ്പോൾ പരിശോധിക്കുന്നത്. ആർക്കുമേൽ ആരോപണം ഉയർന്നാലും ഏതെങ്കിലും തരത്തിലുള്ള അഴിമതി ആരോപണം ഉയർന്നാലും അതുമായി ബന്ധപ്പെട്ട എല്ലാം അന്വേഷണം നടത്തണം എന്ന് തന്നെയാണ് സർക്കാരിന്റെ നിലപാട്. അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് രണ്ടാമതൊരു അന്വേഷണം കൂടി നടക്കേണ്ടതുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നതിന്റെ നിയമ സാധ്യത തേടിയിട്ടുണ്ട് എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത്. ശരി, സിജു കണ്ണനാണ് കോഴിക്കോട് നിന്നും വിശദാംശങ്ങൾ നൽകിയത്. നിലപാട് വ്യക്തമാക്കി മുഖ്യമന്ത്രി. വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസിന് പൂർണ്ണ പിന്തുണ നൽകിയിരിക്കുന്നു. പഞ്ചാബിലും ഗോവയിലും ജനവിധി തുടങ്ങി. പഞ്ചാബിലും ഗോവയിലും വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. പഞ്ചാബിൽ രാവിലെ 8 മണിക്കും ഗോവയിൽ 7 മണിക്കുമാണ് വോട്ടിംഗ് ആരംഭിച്ചത്. പഞ്ചാബിൽ 117 സീറ്റുകളിലും ഗോവയിൽ 40 സീറ്റുകളിലുമായി ഒറ്റഘട്ടമായാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. മൊത്തം 2 കോടിയിൽ പരം വോട്ടർമാർ ഫലം നിർണ്ണയിക്കും. മനു ശങ്കരൻ ദില്ലിയിൽ നിന്ന് ചേരുന്നു വിശദാംശങ്ങൾ നൽകാനായി. മനു, ഇപ്പോൾ എങ്ങനെയാണ് വോട്ടെടുപ്പ് പുരോഗമിക്കുന്നത്? ഇരു സംസ്ഥാനങ്ങളിലും ഈ സമയത്തോടടുക്കുമ്പോൾ എത്ര ശതമാനമായിട്ടുണ്ട് വോട്ട്? ദേശീയ രാഷ്ട്രീയത്തിന് തന്നെ ഗതി നിർണ്ണയിക്കുന്ന 5 സംസ്ഥാനങ്ങളിലേക്കുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം പഞ്ചാബിലും ഗോവയിലും പോളിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യ മണിക്കൂറുകളിലെ പോളിംഗ് അനുസരിച്ച് ശരാശരി രീതിയിലുള്ള ഒരു പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പഞ്ചാബിൽ ഇലക്ഷൻ കമ്മീഷൻ ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നത് 10 മണിവരെ 8% പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നാണ്. കഴിഞ്ഞ തവണ 79%-ഓളമായിരുന്നു മൊത്തത്തിൽ പോളിംഗ് ഉണ്ടായിരുന്നത്. ഇത് 85%-ത്തിനടുത്ത് ഇത്തവണ പഞ്ചാബിൽ ഉണ്ടാകുമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതീക്ഷിക്കുന്നത്. ആദ്യ 2 മണിക്കൂറിൽ 8 മണിക്കാണ് പഞ്ചാബിൽ പോളിംഗ് ആരംഭിച്ചത്. ആദ്യ 2 മണിക്കൂറിൽ 8% അടുത്താണ് പഞ്ചാബിൽ പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ശക്തമായ ത്രികോണ മത്സരത്തിനാണ്, ചരിത്രത്തിൽ എങ്ങും ഉണ്ടായിട്ടില്ലാത്തതുപോലെ ഒരു ശക്തമായ ത്രികോണ മത്സരത്തിനാണ് ഇത്തവണ പഞ്ചാബ് സാക്ഷ്യം വഹിക്കുന്നത്. 10 വർഷത്തോളം സംസ്ഥാനം ഭരിച്ച BJP അകാലിദൾ സഖ്യത്തിന് ശക്തമായ എതിർപ്പ് ഉയർത്തി കോൺഗ്രസും ആം ആദ്മിയും പ്രചരണം കടുപ്പിച്ചിരുന്നു. ഇത്തവണ ശ്രദ്ധേയമായ മത്സരങ്ങൾ നടക്കുന്നത് ലാംബി മണ്ഡലത്തിൽ നിന്ന് മുഖ്യമന്ത്രി പ്രകാശ് സിംഗ് ബാദലും അതോടൊപ്പം കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ക്യാപ്റ്റൻ അമരീന്ദർ സിംഗുമാണ്. ഈ ലാംബി മണ്ഡലത്തിൽ ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുള്ള പോളിംഗ് 6% മാത്രമാണ്. കഴിഞ്ഞ തവണ 12% ഉണ്ടായിരുന്നിടത്താണ് ഇത്തവണ 6% പോളിംഗ് ആദ്യ 2 മണിക്കൂറുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അകാലിദൾ സഖ്യത്തിന്റെ ഒരു കോട്ട തന്നെയാണ് ലാംബി മണ്ഡലം. ഇവിടെ ഇത്തരം ഒരു വോട്ടിംഗ് കുറവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് BJPക്ക് തിരിച്ചടിയാകാനാണ് സാധ്യത. അതോടൊപ്പം ശ്രദ്ധേയമായ മറ്റൊരു മത്സരം നടക്കുന്ന സ്ഥലമാണ് ജലാലാബാദ്. അവിടെ ഉപമുഖ്യമന്ത്രി കൂടിയായ സുഖ്ബീർ സിംഗ് ബാദലും ഇതോടൊപ്പം ആം ആദ്മിയുടെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പോലും വിശേഷിപ്പിക്കുന്ന ഭഗവത് മാനുമാണ് മത്സരിക്കുന്നത്. ഇവിടുത്തെ വോട്ടിംഗ് ശതമാനവും കുറഞ്ഞിട്ടുണ്ട്. 7%-ആയാണ് ഇത്തവണ 2 മണിക്കൂറിനുള്ളിലെ പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ തവണ 13% ഉണ്ടായിരുന്നിടത്താണ് ഇത്തവണ 7% പോളിംഗ് മാത്രം രേഖപ്പെടുത്തിയിട്ടുള്ളത്. കഴിഞ്ഞ 2 തവണയും 10 വർഷത്തോളമായി സുഖ്ബീർ സിംഗ് ബാദൽ മികച്ച ഭൂരിപക്ഷത്തോടെ വിജയിക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് ജലാലാബാദ്. ഇവിടത്തെയും വോട്ടിംഗ് ശതമാനത്തിൽ കുറവ് BJPക്ക് തിരിച്ചടിയാകാൻ തന്നെയാണ് സാധ്യത. മറ്റൊരു ശ്രദ്ധേയമായ മത്സരം നടക്കുന്നതാണ് അമൃത്സർ ഈസ്റ്റ് മണ്ഡലത്തിൽ നിന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥിയും മുൻ ക്രിക്കറ്റ് താരവുമായ നവ്ജോത് സിംഗ് സിദ്ധു. ഇവിടെ ഒരു വോട്ടിംഗ് ശതമാനത്തിൽ വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. 8%-ഓളം വോട്ടിംഗ് ശതമാനമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ തവണ ഇത് 7% ആയിരുന്നിടത്താണ് ഇത്തവണ 8%-ഓളം വർധനം ഉണ്ടായിരിക്കുന്നത്. ഈ ആദ്യ 2 മണിക്കൂറുകളിലെ ഈ വോട്ടിംഗ് ശതമാനങ്ങൾ വെച്ച് ഇപ്പോഴത്തെ സ്ഥിതിഗതികൾ സർവേ ഫലങ്ങൾക്ക് അനുകൂലമാകുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. അവസാനഘട്ട സർവേ ഫലങ്ങളെല്ലാം കോൺഗ്രസിനും ആം ആദ്മിക്കും മുൻതൂക്കം നൽകുന്നതായിരുന്നു. പഞ്ചാബിലാകട്ടെ 40 സീറ്റുകളിലേക്ക് തെരഞ്ഞെടുപ്പ് പുരോഗമിക്കുന്നു. 250 സ്ഥാനാർത്ഥികളാണ് ഇവിടെ മത്സരിക്കുന്നത്. കഴിഞ്ഞ തവണ 21 സീറ്റുകളുമായി ഭരണം നിലനിർത്തിയ BJP ഇത്തവണയും മികച്ച പ്രതീക്ഷയിലാണ്. ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ട്വിറ്ററിലൂടെ അറിയിച്ചിരിക്കുന്നത് ഇത്തവണ പരമാവധി ആളുകൾ വോട്ട് ചെയ്ത് ചരിത്രപരമായ ഒരു പോളിംഗ് രേഖപ്പെടുത്തണമെന്നാണ് ട്വിറ്ററിലൂടെ ഗോവൻ ജനതയോടും മറ്റും ശബ്ദത്തിൽ ചെറിയ പ്രശ്നങ്ങൾ. വളരെ വേഗത്തിൽ തന്നെ പഞ്ചാബിലെയും ഒപ്പം തന്നെ ഗോവയിലെയും തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട്. ഒരിക്കൽ കൂടി അല്പസമയത്തിനകം തന്നെ എത്താൻ കരുതുമെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റു ചില വാർത്തകളിലേക്ക് പോകേണ്ടതുണ്ട്.
ലോ അക്കാദമി സമരത്തിൽ സമവായ ശ്രമവുമായി CPI രംഗത്ത്. സമരത്തിൽ അടിയന്തര പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് CPI നേതാക്കളായ കാനം രാജേന്ദ്രനും പന്നിൻ രവീന്ദ്രനും കോടിയേരി ബാലകൃഷ്ണനുമായി കൂടിക്കാഴ്ച നടത്തി. എല്ലാവർക്കും അംഗീകരിക്കാൻ കഴിയുന്ന തരത്തിൽ ഒരു ഫോർമുല രൂപീകരിക്കണമെന്നും CPI നേതാക്കൾ ആവശ്യപ്പെട്ടു. അതേസമയം ലോ അക്കാദമി വിഷയത്തിൽ വിദ്യാഭ്യാസ മന്ത്രി കോളേജ് മാനേജ്മെന്റുമായി സമരം ചെയ്യുന്ന വിദ്യാർത്ഥി പ്രതിനിധികളുമായും ഇന്ന് വൈകുന്നേരം ചർച്ച നടത്തും. വിവരങ്ങളുമായി സുനിൽ അരുമാനൂർ ന്യൂസ് റൂമിൽ നിന്നും തത്സമയം ചേരുന്നുണ്ട്. സുനിൽ, ഒരു സമവായ ശ്രമത്തിന് CPI ഇടപെട്ടിരിക്കുന്നു, ഒപ്പം തന്നെ കോടിയേരി ബാലകൃഷ്ണനുമായി സംസാരിച്ചിരിക്കുന്നു. മറ്റൊന്ന്, ഇന്ന് വിദ്യാഭ്യാസ മന്ത്രിയുടെ നേതൃത്വത്തിൽ ചർച്ച വരുന്നു. അതിൽ മിനിറ്റ്സ് ഒക്കെ ഹാജരാക്കാമെന്ന് മാനേജ്മെന്റ് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു സമവായത്തിലേക്കാണോ കാര്യങ്ങൾ നീങ്ങുന്നത്? മനു, ലോ അക്കാദമിയിലെ സമരം 25-ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ഈ സമരം എത്രയും പെട്ടെന്ന് തന്നെ ചർച്ചയിലൂടെ പരിഹരിക്കണം എന്ന നേതാക്കളും തീരുമാനിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി തന്നെ CPI നേതാക്കളായ കാനം രാജേന്ദ്രനും അതോടൊപ്പം തന്നെ പന്നിൻ രവീന്ദ്രനും രാവിലെ AKI സെന്ററിലെത്തി കോടിയേരി ബാലകൃഷ്ണനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഈ കൂടിക്കാഴ്ചയിൽ സമരം എത്രയും വേഗം അവസാനിപ്പിക്കുന്നതിന് വേണ്ട നടപടികൾ ഒരുമിച്ച് നിന്ന് സ്വീകരിക്കേണ്ടത് ഉണ്ട് എന്നാണ് കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്തത്. പ്രത്യേകിച്ച് പ്രതിപക്ഷത്തിനു കൂടി അനുയോജ്യമാകുന്ന എല്ലാവരെയും യോജിപ്പിച്ചു കൊണ്ടുപോകുന്ന ഒരു ഫോർമുല രൂപീകരിച്ച് തന്നെ ഈ ചർച്ചയിൽ സമവായം ഉണ്ടാകണം. ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി ഈ ചർച്ചയ്ക്ക് മുൻകൈ എടുക്കുമ്പോൾ ഇക്കാര്യങ്ങളെല്ലാം പരിശോധിക്കണമെന്നും കോടിയേരി ബാലകൃഷ്ണനോട് CPI നേതാക്കൾ ആവശ്യപ്പെട്ടു. ഇതനുസരിച്ചുള്ള ചർച്ചകളായിരിക്കും വൈകുന്നേരം വിദ്യാഭ്യാസ മന്ത്രിയുടെ അധ്യക്ഷതയിൽ നടക്കുന്നത്. ഇന്നലെയാണ് വിദ്യാഭ്യാസ മന്ത്രി മാനേജ്മെന്റ് പ്രതിനിധികളെയും അതോടൊപ്പം തന്നെ സമരം ചെയ്യുന്ന വിദ്യാർത്ഥി പ്രതിനിധികളെയും ചർച്ചയ്ക്കായി ക്ഷണിച്ചിരിക്കുന്നത്. വൈകുന്നേരം 3 മണിക്ക് വിദ്യാഭ്യാസ മന്ത്രിയുടെ ചേംബറിലാണ് ചർച്ച നടക്കുന്നത്. ഇന്നത്തെ ചർച്ചയിൽ സമവായം ഉണ്ടാക്കാനുള്ള ഒരു ശ്രമം തന്നെയാണ് നടക്കുക എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി തന്നെ വിദ്യാഭ്യാസ മന്ത്രിയോട് ഇക്കാര്യത്തിൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ചർച്ച ചെയ്ത് ഈ വിഷയം അടിയന്തരമായി തന്നെ പരിഹരിക്കണം എന്നതാണ് നിർദ്ദേശം. കാരണം തിങ്കളാഴ്ച ലോ അക്കാദമി തുറന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് മാനേജ്മെന്റ്. അതിൽ ഒരു വിഭാഗം, അതായത് SFIയുടെ നേതൃത്വത്തിൽ സമരം നടത്തിയിരുന്നു. അവർ ചർച്ച നടത്തി അതിൻ്റെ അടിസ്ഥാനത്തിൽ സമരത്തിൽ നിന്ന് പിൻവാങ്ങുന്ന ഒരു സാഹചര്യം. അപ്പോൾ ഒരു വിഭാഗം കുട്ടികൾ മാത്രം തിങ്കളാഴ്ച ക്ലാസ് തുറക്കുമ്പോൾ കോളേജിലേക്ക് പ്രവേശിക്കുന്ന ഒരു സാഹചര്യവും മറ്റൊരു വിഭാഗം പുറത്ത് സമരം ചെയ്യുന്ന സാഹചര്യവും നല്ലതല്ല. അത് അക്കാദമികപരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നുള്ളൊരു വിലയിരുത്തലുണ്ട്. ഈ സാഹചര്യത്തിൽ തന്നെയാണ് വിദ്യാഭ്യാസ മന്ത്രി ഇന്ന് ചർച്ച നടത്തുന്നത്. ഇതേസമയം തന്നെ കോൺഗ്രസിൽ MLA ആയ K മുരളീധരൻ നിരാഹാര സമരം നടത്തുന്നു. അതോടൊപ്പം BJPയുടെ VV രാജേഷും നിരാഹാര സമരത്തിലാണ്. മറ്റ് രീതിയിലൊക്കെ സമരം ശക്തിപ്പെടുത്താനുള്ള നീക്കങ്ങൾ, അണിയറ നീക്കങ്ങൾ പുരോഗമിക്കുന്നതിനിടയിൽ തന്നെയാണ് ഇത് അവസാനിപ്പിക്കുന്നതിന് വേണ്ടി സർക്കാർ എന്ന വിദ്യാർത്ഥി പ്രതിനിധികളുമായും മാനേജ്മെന്റുമായി ചർച്ച നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. ശരി, സുനിൽ അരുമാനൂരാണ് വിശദാംശങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക്. DYFI അഖിലേന്ത്യാ സമ്മേളനത്തിന്റെ ഭാഗമായി പ്രതിനിധി സമ്മേളനം ഇന്ന് 3-ാം ദിവസം. ജനറൽ സെക്രട്ടറി അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള ചർച്ച ഇന്നും തുടരും. നോട്ട് നിരോധനം സൃഷ്ടിച്ച കടുത്ത തൊഴിലില്ലായ്മയ്ക്ക് കേന്ദ്ര സർക്കാർ പരിഹാരം കാണണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. നോട്ട് നിരോധനം കടുത്ത തൊഴിലില്ലായ്മ രാജ്യത്ത് സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇത് മറികടക്കാൻ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. ഇതിനായി പൊതുമുതൽ മുടക്ക് വർദ്ധിപ്പിക്കണം. കള്ളപ്പണം പിടിച്ചെടുക്കുകയും കിട്ടാക്കടം തിരിച്ചുപിടിക്കുകയും വേണം. അപ്പോൾ DYFI ആവശ്യപ്പെടുന്ന ഒരു കാര്യം, ഇന്നത്തെ ഡിമോണിറ്റൈസേഷന്റെ പശ്ചാത്തലത്തിലും തൊഴിൽ രഹിത വളർച്ചയുടെ പശ്ചാത്തലത്തിലും ഗവൺമെന്റ് ചെയ്യേണ്ടത് വലിയ തോതിൽ പൊതുമുതൽ മുടക്ക് വർദ്ധിപ്പിക്കുക എന്നതാണ്. ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന അന്യായമായ നികുതി ഇളവുകൾ അവസാനിപ്പിക്കണം. ഏതാണ്ട് 35 ലക്ഷം കോടി രൂപയുടെ കള്ളപ്പണം വിദേശ ബാങ്കുകളിൽ കെട്ടിക്കിടക്കുന്നുണ്ട്. ഈ സർക്കാരിന് ധൈര്യവും ആത്മാർത്ഥതയും ഉണ്ടെങ്കിൽ വിദേശ ബാങ്കുകളിലെ കള്ളപ്പണം ലിസ്റ്റ് സർക്കാരിൻ്റെ പക്കലുണ്ട്. ആ കള്ളപ്പണം പിടിച്ചെടുത്ത് ഇന്ത്യയിലെത്തിക്കുക. 8.5 ലക്ഷം കോടി രൂപയുടെ കിട്ടാക്കടം, അതിൽ സിംഹഭാഗവും വൻകിടക്കാരുടേതാണ്, NPA. അത് തിരിച്ചു പിടിക്കണം. സ്വകാര്യ മേഖലയിൽ തൊഴിൽ സംവരണത്തിനായി ആവശ്യമായ നിയമ ഭേദഗതി കൊണ്ടുവരണം. കാമ്പസുകളിലെ ജാതി വിവേചനം തടയാൻ രോഹിത് വെമുലയുടെ പേരിൽ പുതിയ നിയമം കൊണ്ടുവരണം. ലൈംഗിക ന്യൂനപക്ഷങ്ങൾക്കായി പ്രത്യേക ബജറ്റ് വിഹിതം അനുവദിക്കണം. ഇവർക്ക് വിദ്യാഭ്യാസ തൊഴിൽ മേഖലകളിൽ സംവരണം ഏർപ്പെടുത്തണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. സ്വവർഗ ലൈംഗികതയെ ക്രിമിനൽ കുറ്റമായി കാണുന്ന മനോഭാവം മാറണം. ഇതിനായി ബോധവൽക്കരണ പ്രവർത്തനം സംഘടിപ്പിക്കണമെന്നും പ്രമേയം ആവശ്യപ്പെട്ടു. പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള ചർച്ച പ്രതിനിധി സമ്മേളനത്തിൽ തുടരും. സംഘടനയിലെ വനിതാ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച ഭരണഘടനാ ഭേദഗതി സമ്മേളനത്തിൽ അവതരിപ്പിക്കും. ജാതി വിവേചനം ഇന്ത്യയിൽ എന്ന വിഷയത്തെ അധികരിച്ച സെമിനാർ ശനിയാഴ്ച നടക്കും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. അവയവദാനത്തിന്റെ മഹത്തായ സന്ദേശവുമായി DYFI അഖിലേന്ത്യാ സമ്മേളനം ചരിത്രത്തിൽ ഇടം പിടിച്ചു. സമ്മേളനത്തിനായി കൊച്ചിയിലെത്തിയ 760 പ്രതിനിധികളാണ് അവയവദാന സമ്മതപത്രം ഒപ്പുവച്ചത്. പോർച്ചുഗൽ, ഗ്രീസ്, ക്യൂബ, ബംഗ്ലാദേശ്, ശ്രീലങ്ക എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾക്കൊപ്പം ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നും എത്തിയ 760 പ്രതിനിധികളാണ് അവയവദാന സമ്മതപത്രം ഒപ്പുവെച്ചത്.
ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി അവോയ് മുഖർജിയിൽ നിന്ന് പത്മശ്രീ ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുറം സമ്മതപത്രം ഏറ്റുവാങ്ങി. മാതൃകാപരമായ ഈ ദൗത്യത്തെ ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുറം അഭിനന്ദിച്ചു. ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് എം.പി. രാജേഷ് എം.പി. പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. അവയവദാനമെന്ന മഹത്തായ സന്ദേശം കൊണ്ടുകൂടി ഡിവൈഎഫ്ഐ 10ാമത് അഖിലേന്ത്യാ സമ്മേളനം ചരിത്രത്തിന്റെ ഭാഗമായി. സമീർ വഴങ്ങോട്, കൊച്ചി. ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ സമ്മേളന പ്രതിനിധികൾക്കായി വിഭവസമൃദ്ധമായ ഭക്ഷണമാണ് കലവറയിൽ ഒരുക്കുന്നത്. ജൈവ പച്ചക്കറികളും നാടൻ ചേരുവകളും ചേർത്ത് പാചക വിദഗ്ധൻ നൌഷാദിന്റെ നേതൃത്വത്തിലാണ് സ്പെഷ്യൽ വിഭവങ്ങൾ പാകപ്പെടുത്തുന്നത്. ദിവസേന 1500-ലധികം പേർക്കാണ് സമ്മേളന നഗരിയിൽ ഭക്ഷണം തയ്യാറാക്കുന്നത്. സമ്മേളനത്തിനായി നാളുകൾക്ക് മുമ്പ് ആരംഭിച്ച ജൈവ കൃഷിയുടെ വിളവ് ഉപയോഗിച്ചാണ് വിഭവങ്ങൾ തയ്യാറാക്കുന്നത്. പാചക വിദഗ്ധൻ നൌഷാദിന്റെ നേതൃത്വത്തിൽ 200ഓളം തൊഴിലാളികൾ ചേർന്നാണ് പാകം ചെയ്യുന്നത്. പ്രഭാത ഭക്ഷണത്തിനായി ഇഡലി, ദോശ, ആലു ചപ്പാത്തി, പൂരി മസാല തുടങ്ങി വലിയ നിര തന്നെയുണ്ട്. ഉച്ചഭക്ഷണത്തിനായി കരിമീൻ, ബീഫ്, ചിക്കൻ, മട്ടൻ ഇങ്ങനെ നീളും വിഭവങ്ങളുടെ പട്ടിക. വെജിറ്റേറിയൻ ഭക്ഷണങ്ങൾക്കും പ്രത്യേക പ്രാധാന്യം നൽകിയാണ് സദ്യ ഒരുക്കുന്നത്. തൈരും ദാലും അച്ചാറും 3 നേരവും ഇവർക്ക് വേണം. ഈ നോർത്തിൽ നിന്ന് വരുന്നവർക്ക് ദിവസേന 1500-ലധികം പേർക്കാണ് ഭക്ഷണം തയ്യാറാക്കുന്നത്. ജൈവ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചുള്ള സ്വാദൂറും വിഭവങ്ങളാണ് 10ാമത് അഖിലേന്ത്യാ ഡിവൈഎഫ്ഐ സമ്മേളനത്തിനായി വിളമ്പിയത്. ക്യാമറാമാൻ പി സലീമിനൊപ്പം സി.ജി. ദിൽജിത്ത്. കേരളത്തിന്റെ ഇന്നലകൾ ചിത്രങ്ങളിലൂടെയും ശില്പങ്ങളിലൂടെയും പുനരാവിഷ്കരിച്ചിരിക്കുകയാണ് ഡിവൈഎഫ്ഐ ദേശീയ സമ്മേളന വേദിയിലെ ചരിത്ര ചിത്ര പ്രദർശനത്തിൽ. ആയിരങ്ങളാണ് ഓരോ ദിവസവും പ്രദർശനം കാണാൻ എത്തുന്നത്. കറുത്തിരുണ്ട നാളുകളിൽ നിന്നും പുതിയ വെളിച്ചത്തിലേക്ക് നാടിനെ കൈപിടിച്ച് നടത്തിയ ഇന്നലത്തെ പോരാട്ടങ്ങളുടെ ചരിത്രം പുതുതലമുറയ്ക്ക് മുന്നിൽ തുറന്നിടുകയാണ് ചരിത്ര ചിത്ര പ്രദർശനം. വഴി നടക്കാനും വിദ്യ നേടാനുമായി കീഴാള ജന നടത്തിയ പോരാട്ടങ്ങൾ, കല്ലുമാലയും മറക്കുടയും വലിച്ചെറിഞ്ഞ സ്ത്രീ മുന്നേറ്റങ്ങൾ, അങ്ങനെ നാടിന്റെ ചരിത്രത്തെ വരകളിലൂടെയും വാക്കുകളിലൂടെയും വരച്ചിടുകയാണിവിടെ. വിജ്ഞാനദാഹികൾക്ക് മുതൽക്കൂട്ടാകുന്നതാണ് പ്രദർശനമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. കേരളം എങ്ങനെ ഇന്നത്തെ കേരളമായി രൂപപ്പെട്ടു, അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ചാലക ശക്തികൾ എന്തൊക്കെയാണ് എന്നിവിടെ അനാവരണം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. രോഹിത് വെമുല നഗറിൽ പ്രത്യേകം തയ്യാറാക്കിയ പവലിയനിലാണ് ചിത്രപ്രദർശനം നടക്കുന്നത്. ഇതിനൊപ്പം പുസ്തക പ്രദർശനവും ഒരുക്കിയിട്ടുണ്ട്. പ്രമുഖ പ്രസാധകരുടെ സ്റ്റാളുകൾ പ്രദർശനത്തിലുണ്ട്. യുവാക്കളടക്കം നിരവധി പേരാണ് പ്രദർശനം കാണാൻ ഓരോ ദിവസവും എത്തുന്നത്. നാടിൻ്റെ അറിയപ്പെടാത്ത ചരിത്രം അനാവരണം ചെയ്യുകയാണ് ഡിവൈഎഫ്ഐ ദേശീയ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള ചരിത്ര ചിത്ര പ്രദർശനം. കൊച്ചിയിൽ നിന്നും ക്യാമറാമാൻ രാജു വർഗീസിനൊപ്പം സാലി മുഹമ്മദ്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. ശശികല തമിഴ്നാട് മുഖ്യമന്ത്രിയായേക്കും. നാളെ ചേരുന്ന AIADMK യോഗത്തിൽ ഇത് സംബന്ധിച്ച തീരുമാനമുണ്ടായേക്കും. ഈ മാസം 7-നോ 8-നോ സത്യപ്രതിജ്ഞ ഉണ്ടാകുമെന്നാണ് സൂചന. വിവരങ്ങൾ ന്യൂസ് ഡെസ്കിൽ നിന്നും രേഷ്മ നൽകും. രേഷ്മ, നേരത്തെ ജയലളിത മരിച്ച സമയത്ത് തന്നെ ഇത് സംബന്ധിച്ച് അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. നേതാക്കളിൽ കൂടുതൽ ആളുകളും ശശികല മുഖ്യമന്ത്രിയാകണം എന്ന രീതിയിൽ സംസാരിച്ചിരുന്നു. പക്ഷേ അപ്പോഴും അണികളിൽ പൂർണ്ണമായും തൃപ്തിപ്പെടുത്താൻ അവർക്ക് കഴിഞ്ഞിരുന്നുമില്ല. ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഈ വാർത്തയെ കാണേണ്ടത്? മനു, തമിഴ്നാട് രാഷ്ട്രീയം ഇപ്പോൾ ഏകദേശം ആശങ്കകളിലൂടെ കടന്നു പോകുന്ന ഒരു സമയത്തായിരുന്നു ജയലളിതയുടെ മരണം. ജയലളിതയ്ക്ക് ശേഷം ആര് തമിഴ്നാട് മുഖ്യമന്ത്രി അല്ലെങ്കിൽ AIADMKയുടെ തലപ്പത്ത് ആരാവും എന്ന വളരെ ആകാംക്ഷ നിറഞ്ഞ ഒരു സമയത്തിലൂടെയാണ് തമിഴ്നാടിന്റെ രാഷ്ട്രീയം കടന്നുപോയത്. കാരണം ഏകദേശം തമിഴ്നാടിന്റെ രാഷ്ട്രീയം ഒരാളിലേക്ക് ഒതുങ്ങി നിൽക്കുന്ന ഒരു കാഴ്ചയായിരുന്നു നമ്മൾ കണ്ടത്. ഇപ്പോൾ പനീർശെൽവത്തിന് പകരം ആ സ്ഥാനത്തേക്ക്
ജയലളിതയുടെ ഉറ്റ സുഹൃത്തും വിശ്വസ്ത തോഴിയുമായ ശശികല വന്നേക്കുമെന്ന വാർത്തകളാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് നാളെയും മറ്റന്നാളുമായി MLA-മാരുടെ യോഗം ചേരാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിൽ നിന്നുമാണ് കാര്യങ്ങൾ കൂടുതലും വ്യക്തമാക്കുക. തീർച്ചയായും മന്ത്രിയാവുകയാണെങ്കിൽ 7-8 തീയതികളിലായി സത്യപ്രതിജ്ഞ നടക്കുമെന്ന വാർത്തകളും നമുക്ക് ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. മനു, മറ്റൊന്ന് രേഷ്മ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ജല്ലിക്കെട്ട് സമരത്തിന്റെ സമയത്ത് നമ്മൾ കണ്ടതാണ്. തമിഴ്നാട്ടിൽ പനീർശെൽവത്തിനെതിരെ വരെ വ്യാപക പ്രതിഷേധം. പനീർശെൽവം പറഞ്ഞിട്ടും ജനങ്ങൾ പ്രതിഷേധം അവസാനിപ്പിക്കാൻ കഴിയാതിരുന്നൊരു സാഹചര്യം അന്നേരമൊക്കെ നമ്മൾ കേട്ടതാണ്. അതായത് ജയലളിത ഉണ്ടായിരുന്നെങ്കിൽ ഇത്തരം ഒരു സാഹചര്യം ഉണ്ടായില്ല. അതായത് അത്തരത്തിൽ ജയലളിതയുടെ കരിസ്മയുള്ള ഒരു ലീഡർ അവർക്കില്ല. ആ ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്താണോ ഇപ്പോൾ ശശികല ഈ പാർട്ടിയുടെ നേതൃത്വത്തിലേക്കും ഒപ്പം തന്നെ സർക്കാരിന്റെ നേതൃത്വത്തിലേക്കും കടന്നു വരാനുള്ള ഒരു സമയമൊരുക്കുന്നത്? തീർച്ചയായും മനു, അക്കാര്യങ്ങൾ കൂടി ആവണം ഇപ്പോൾ ഈ തീരുമാനത്തിലേക്ക് പെട്ടെന്നൊരു തീരുമാനം ഉണ്ടാകാൻ തമിഴ്നാട് സർക്കാരിനെ പ്രേരിപ്പിക്കുന്നത്. കാരണം സിനിമാ താരങ്ങളടക്കം നിരവധി പേർ ഈ വിഷയത്തിൽ വളരെ പ്രതിഷേധമുയർത്തി രംഗത്ത് വന്നിരുന്നു. കമലഹാസൻ അടക്കമുള്ള ചലച്ചിത്ര താരങ്ങൾ ഇതിനെതിരെ പ്രതികരിക്കുകയും പ്രതിപക്ഷ പാർട്ടി തന്നെ രൂക്ഷമായി ഇതിനെതിരെ ആരോപണം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. കാരണം ജയലളിത ഒരുപക്ഷെ ഉണ്ടായിരുന്നുവെങ്കിൽ ഇത്രയും പ്രശ്നങ്ങൾ ഈ വിഷയത്തിൽ ഉണ്ടാകുമായിരുന്നില്ല എന്ന് പല ഭാഗത്തു നിന്നും അഭിപ്രായങ്ങൾ ഉയർന്നു വന്നിരുന്നു. മനു, തീർച്ചയായിട്ടും രേഷ്മ, മറ്റൊന്നുകൂടിയുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇക്കാര്യത്തിൽ നേതാക്കൾക്ക് മിക്കവർക്കും ഒറ്റ മനസ്സാണ്. നേരത്തെ തമ്പിദുരയൊക്കെ ഇക്കാര്യത്തിൽ പിന്തുണച്ച് സംസാരിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അപ്പോഴും അണികളെ പൂർണ്ണമായും ഈ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ AIADMKക്ക് കഴിഞ്ഞിട്ടില്ല. കാരണം പല ഭാഗത്തും ശശികലയ്ക്കെതിരെ പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. ജയലളിതയുടെ മരുമകൾ വരുന്നൊരു സാഹചര്യം, അവർക്ക് പിന്തുണ വരുന്നൊരു സാഹചര്യം, ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ശശികല വന്നാൽ പിന്നീട് അവർക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ എങ്ങനെ ഈ കാര്യം അണികളെ ബോധ്യപ്പെടുത്താൻ കഴിയും? AIADMKക്ക് മുന്നിലുള്ള ഏറ്റവും വലിയ ചോദ്യം അതല്ലേ? തീർച്ചയായും അത് ഒരു വലിയ ചോദ്യം തന്നെയാണെങ്കിലും ഇപ്പോൾ പാർട്ടിയുടെ നേതൃസ്ഥാനത്തും തമിഴ്നാട് മുഖ്യമന്ത്രിയായും ഒരേയാൾ വരുന്നത് തന്നെയായിരിക്കും അനുയോജ്യമെന്നാണ് ഇപ്പോൾ പാർട്ടി വൃത്തങ്ങൾ നമുക്ക് നൽകുന്ന വിവരങ്ങൾ. കൂടാതെ തന്നെ കഴിഞ്ഞ ദിവസം ശശികലയുടെ ഭർത്താവായ ജയലളിതയുടെ വിശ്വസ്തരായ 3 ഉദ്യോഗസ്ഥർ രാജിവെച്ചിരുന്നു. പകരം നടരാജന്റെ വിശ്വസ്തരായ 3 പേർ ഇതിലേക്ക് ഈ രാജിവെച്ച സ്ഥാനത്തേക്ക് വരാനുള്ള സാധ്യതയും കൂടുകയാണ്. തീർച്ചയായും ഒരു പക്ഷേ ഈ ഒരു മാറ്റത്തിന്റെ അതായത് ശശികല മുഖ്യമന്ത്രിയായി സ്ഥാനമേൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഈ കാര്യങ്ങൾ വഴിവെക്കുന്നത്. ഏതായാലും നാളെ ചേരുന്ന യോഗത്തിൽ ഏകദേശം മുഖ്യമന്ത്രിയാകുന്ന സംബന്ധിച്ച കാര്യങ്ങളൊക്കെ തന്നെ വ്യക്തമാകുന്നതാണ്. നാളെ ശശികല മുഖ്യമന്ത്രിയാവുന്ന തീരുമാനം നാളെ ഉണ്ടെങ്കിൽ തീർച്ചയായും 7-8 തീയതിക്കകം തന്നെ സത്യപ്രതിജ്ഞ ഉണ്ടാകും. മനു, നേരത്തെ ഈ ഷീലാ ബാലകൃഷ്ണൻ അവരായിരുന്നു ജയലളിത ആശുപത്രിയിൽ കിടന്ന സമയത്ത് ഭരണം നിയന്ത്രിച്ചിരുന്നത്. അവർക്ക് രാജിവെക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടിരുന്നു. ഷീലാ ബാലകൃഷ്ണന് ശശികലയുമായും അടുത്തൊരു ബന്ധമുണ്ടായിരുന്നു. അവരോടും ഒത്തുപോകുന്ന രീതിയിലൊരു ബന്ധമുണ്ടായിരുന്നു. ഈ രാജികളൊക്കെ ശശികലയെ മുഖ്യമന്ത്രിയായി പിന്തുണ നൽകണം, ആ ഒരു രീതിയിലാണോ നമ്മൾ അതിനെ കാണേണ്ടത്? തീർച്ചയായും മനു, എന്തായാലും ശശികലയും ജയലളിതയും തമ്മിലുണ്ടായ ഏറ്റവും അടുപ്പം തന്നെയാണ് ശശികല ഈ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നത്. കാരണം നമ്മൾ കണ്ടതാണ് ജയലളിതയുടെ മരണസമയത്തായാൽ പോലും എല്ലാ കാര്യങ്ങളും ചെയ്ത് ആദ്യം തൊട്ട് അവസാനം വരെ കൂടെ നിന്നത് ഈ ശശികലയാണ്. ജയലളിത ഈ പാർട്ടി AIADMKയുടെ സ്ഥാനത്തിരുന്നപ്പോഴും അതുപോലെ തന്നെ പാർട്ടിയെ പൂർണ്ണമായി നിയന്ത്രിക്കുമ്പോഴും പിന്നിൽ നിന്ന് നല്ല ഒരു പിന്തുണ ഈ ഉറ്റ തോഴിയായ ശശികലയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. അതായത് പാർട്ടി നേതൃത്വത്തിലും സർക്കാർ നേതൃത്വത്തിലും ഒറ്റയാൾ മതി. നേരത്തെ ജയലളിതയുടെ കാലത്തുണ്ടായിരുന്നതുപോലെ അതാണ് സൗകര്യം. അതിനുവേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു നീക്കത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഏതായാലും നമുക്ക് വരാം, മറ്റ് വാർത്തകളിലേക്ക് പോയ ശേഷം വരാം. ഏതായാലും തമിഴ്നാട്ടിൽ അധികാര കൈമാറ്റത്തിന് സമയമായിരിക്കുന്നു എന്ന സൂചനകളാണ് ലഭിക്കുന്നത്. ഒരു പക്ഷേ ശശികല മുഖ്യമന്ത്രിയായേക്കും എന്ന വാർത്തകൾ വരുന്നു. ഏതായാലും തമിഴ് ജനത ഈ വാർത്തയോട് ജയലളിതയ്ക്ക് പകരക്കാരിയായി എത്ര കണ്ട് ശശികലയെ അംഗീകരിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. തിരികെ വരാം ഇടവേളയ്ക്ക് ശേഷം.